ഹായ് എവരിവൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിൻ്റെ 4th സെമസ്റ്ററിലെ ലീനിയർ ഓൾജിബ്ര എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലീനിയർ ഓൾജിബ്രയിലെ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് മൊഡ്യൂളായിരുന്നു. അതായത് നമ്മൾ അവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വെക്ടർ സ്പേസ് എന്താണ്, അതിനെ റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ പറയാം, ഇതൊരു തിയറി ഓറിയൻറ്റഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിലെ ഡെഫിനേഷൻസ് ഒക്കെ ചിലപ്പോൾ ലെങ്തി ആയിരിക്കും. അതൊന്നും കണ്ട് പേടിക്കേണ്ട, കാരണം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ലീനിയർ ഓൾജിബ്രയിലെ തന്നെ വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്സിയംസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഇപ്പോൾ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷൻ വളരെ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. അപ്പോൾ അത് കണ്ട് പേടിക്കേണ്ട, മനസ്സിലാവുന്ന പോലെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, വെക്ടർ സ്പേസ്. ലെറ്റ് V be an arbitrary non-empty set of objects on which two operations are defined, addition and multiplication by numbers called scalars. By addition we mean a rule for associating with each pair of objects u and v in V an object u plus v called the sum of u and v. By scalar multiplication we mean a rule for associating with each scalar k and each objects u in V an object ku called scalar multiple of u by k. If the following axioms are satisfied by all objects u, v, w in V and all scalars k and m, then we call V a vector space and we call the objects in V vectors. The 10 axioms are: if u and v are objects in V, then u plus v is in V. Second one, v plus u equal to u plus v. Third one, u plus v plus w equal to u plus v plus w. There is an object 0 in V called 0 vector for V such that 0 plus u equal to u plus 0 equal to u for all u in V. For each u in V, there is an object minus u in V called a negative of u such that u plus minus u equal to minus u plus u equal to 0. If k is any scalar and u is any object in V, then ku is in V. K into u plus v equal to ku plus kv. K plus m into u equal to ku plus mu. K into mu equal to km into u. Last one, 1 into u equal to u. Okay. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഡെഫിനേഷൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, ആക്സിയംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഡെഫിനേഷൻ പറയുന്നത് ഒരു 10 ആക്സിയംസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ 10 എണ്ണത്തിൽ 8 എണ്ണവും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതായത് അതിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, സീറോ വെക്ടറിൻ്റെ എക്സിസ്റ്റൻസ്, നെഗറ്റീവ് വെക്ടറിൻ്റെ എക്സിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്നും ആക്സിയംസ് ഒരിക്കലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആക്സിയംസ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ആക്സിയംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തിയറംസ് പ്രൂവ് ചെയ്യാൻ വേണ്ട അസംഷൻസ് ആണല്ലേ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്കതിവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ വെക്ടർ സ്പേസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ കയ്യിൽ വെക്ടർ സ്പേസ് എന്താണെന്നുള്ളത് പറയാം കേട്ടോ. ജസ്റ്റ് ഞാൻ ഇപ്പുറത്ത് പറയുന്നുണ്ട്, എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ വി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, വി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഇതൊരു നോൺ എംപ്റ്റി സെറ്റാണ്, എഴുതുന്നത് ശരിയാവുന്നില്ലല്ലോ. വി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നോൺ എംപ്റ്റി ആണ്, നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഈ സെറ്റിൽ നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഈ സെറ്റിൽ നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാണ്. ഒന്നാമത്തെ ഓപ്പറേഷനാണ് അഡിഷൻ. ഓക്കെ, രണ്ടാമത്തെ ഓപ്പറേഷനാണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ അല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൂൾ, അതൊരു റൂളാണ്. എങ്ങനത്തെ റൂളാണ്? ഈ വിയിലെ 2 എലമെന്റ്സിനെ ഞാൻ എടുത്തു. വിയിലെ 2 എലമെന്റ്സ്, യു വി എന്ന് പറയുന്ന 2 എലമെന്റ്സിനെ ഞാൻ വിയിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ
ഓപ്പറേറ്റ് ചെയ്യാണ്. ആ ഓപ്പറേഷനാണ് അഡിഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആവുമ്പം എനിക്ക് റിസൾട്ടൻ്റ് ആയിട്ട് എന്ത് തന്നെ കിട്ടും? ഒരു യു പ്ലസ് വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ തന്നെ കിട്ടും. അത് ഈ സെറ്റിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. അഡിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം വി ടു വി സച്ച് ദാറ്റ് ഇവിടെ നിന്ന് നമ്മൾ രണ്ട് വി ടു വി അല്ല, വി ക്രോസ് വി ടു വി, അതായത് വിയിൽ നിന്ന് നമ്മൾ രണ്ട് എലമെന്റ്സ് എടുക്കുകയാണ്, യു വി. അതെങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്? യു പ്ലസ് വി ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അത് എവിടെ തന്നെ ഉണ്ടാവണം? വിയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, അതാണ് നമ്മളുടെ അഡിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അഡിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനോട് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. ഇനി സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനോട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഒരു സ്കെലാർ എടുത്തു. സ്കെലാർ നമ്മൾ ഇവിടുത്തെ സ്കെലാറുകൾ എടുക്കുന്നത് ഒന്നുകിൽ അത് റിയൽ സ്കെലാസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കോംപ്ലക്സ് സ്കെലാസ് ആയിരിക്കും. എന്താ റിയൽ സ്കെലാസ് എന്ന് പറഞ്ഞാൽ? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. കോംപ്ലക്സ് സ്കെലാസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പം റിയൽ സ്കെലാറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ റിയൽ വെക്ടർ സ്പേസ് എന്നും, കോംപ്ലക്സ് സ്കെലാറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്നും പറയും. അപ്പം നമ്മളുടെ സ്കെലാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. സ്കെലാർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതൊരു റിയൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ റിയൽ നമ്പർ, അതിന് ഞാൻ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഞാൻ അതിനെ റിയൽ നമ്പറിൽ നിന്നാണ് എടുക്കുന്നത്. കെ എന്ന് പറയുന്ന ഒരു സ്കെലാർ എടുത്തു. ഇറ്റ് ഈസ് റിയൽ ഓർ കോംപ്ലക്സ്. ഞാനിവിടെ റിയൽ എന്ന് എടുക്കുന്നു. അപ്പോൾ ഞാൻ ഈ റിയൽ നിന്ന് ഒരു സ്കെലാർ എടുത്തു, അതുപോലെ തന്നെ ഞാനൊരു വെക്ടറിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തു. അപ്പൊ കെ എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് എലമെന്റ് എടുത്തു. വി എവിടെ നിന്നെടുത്തു? വെക്ടറിന്റെ വി എന്ന് പറയുന്ന സെറ്റിൽ നിന്നെടുത്തു. ആറിൽ നിന്ന് ഞാൻ എന്തെടുത്തു? ഒരു സ്കെലാർ എടുത്തു. എന്നിട്ട് ഞാനിത് പെർഫോം ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടണം? കെ വി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ കിട്ടണം. ഓക്കെ, കെ വി എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ കിട്ടണം. ആ മൾട്ടിപ്ലിക്കേഷൻ എവിടെ ഉണ്ടാവണം? ഈ വിയിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ക്ലോഷർ പ്രോപ്പർട്ടി അടക്കം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ പറയാം, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങളാണ് ആ വലിയൊരു ലെങ്തി ആയിട്ടുള്ള സാധനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? വി എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് വേണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ഈ വിയുടെ മുകളിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാണ്. ഒന്നാമത്തെ ഓപ്പറേഷൻ അഡീഷൻ, രണ്ടാമത്തെ ഓപ്പറേഷൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അഡിഷന്റെ പ്രത്യേകത എന്താ? അഡിഷൻ വി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും നമ്മൾ രണ്ട് എലമെന്റ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ പെർഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി പ്ലസ് യു എന്ന് പറയുന്ന ആളെ കിട്ടുന്നു. വിയും യുവും നമ്മൾ എവിടുന്ന എടുക്കുന്നത്? വി ക്രോസ് വി അല്ല, വിയിൽ നിന്ന് തന്നെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വി പ്ലസ് യു എന്ന് പറഞ്ഞ് പെർഫോം ചെയ്യുമ്പോൾ അത് വി പ്ലസ് യു എവിടെ ഉണ്ടാവും? വിയിൽ തന്നെ ഉണ്ടാവണം. വിയിൽ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്നത് ഈ ആക്സിയമിൽ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോയി. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ഒരു സ്കെലാറും അതുപോലെ തന്നെ ഒരു വെക്ടർ വി എന്ന് പറയുന്ന സെറ്റും എടുക്കുക. വി എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെന്റും എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ പെർഫോം ചെയ്യുക. എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്? കെ വി എന്ന് പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യുക അല്ലേ. അപ്പോൾ അത് എവിടെ ഉണ്ടാവും? വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവും. റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടണം? കെ ഇൻറ്റു വി. കെയും വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ആളെ കിട്ടണം. അതിനെയാണ് നമ്മൾ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് യു ബൈ കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെക്ടർ സ്പേസ് പറയാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. വി എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റ് വേണം, 2 ഓപ്പറേഷൻസ് വേണം. ആ ഓപ്പറേഷനിൽ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്ത് വേണം? ഒരു സ്കെലാർ വേണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഇനി ഈ വി എന്ന് പറയുന്ന സെറ്റിനെ എപ്പോഴാണ് നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്? നമ്മളൊരു 10 ആക്സിയംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആക്സിയംസ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മളെ കയ്യിലുള്ള വി എന്ന് പറയുന്ന സെറ്റ് അണ്ടർ ദീസ് ഓപ്പറേഷൻസ്, അതായത് അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ആക്സിയംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഏതാ? ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ഇഫ് യു ആൻഡ് വി ആർ ഒബ്ജക്ട്സ് ഇൻ വി, ദെൻ യു പ്ലസ് വി ഈസ് ഇൻ വി. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന 2 എലമെന്റ്സ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. യുവും വിയും നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു? വിയിൽ നിന്ന് എടുക്കുന്നു. യു പ്ലസ് വി എന്ന് പറയുന്ന ആഡ് ചെയ്തിട്ട് നമ്മൾ, അതാണ് അഡിഷൻ നമ്മൾ എടുക്കണോ. ആ അഡിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ തന്നെ ഉണ്ടാവണം? വിയിൽ തന്നെ ഉണ്ടാവണം. വി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ തന്നെ ആ ആഡ് ചെയ്ത എലമെന്റും കൂടി ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ ആക്സിയം. ഇതെന്തായാലും ഈ വി എന്ന് പറയുന്ന സെറ്റും ഇതിന്റെ ഓപ്പറേഷൻസും ഹോൾഡ് ചെയ്യണം.
ഓക്കെ, ഇതില്ലെങ്കിൽ വെക്ടർ സ്പേസ് അല്ല വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്സിയം ഇതാണ്. രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യണം. യു പ്ലസ് വി ചെയ്താലും വി പ്ലസ് യു ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടണം. മൂന്നാമത്തത് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യണം. അതായത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ചെയ്താലും യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ചെയ്താലും ഈക്വൽ ആവണം. ഇനി നാലാമത്തത് നമ്മൾ വിയിലെ ഏതൊരു എലമെന്റിനോട് കൂടിയും സീറോ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ തന്നെ കിട്ടണം? യു എന്ന് പറയുന്ന ഒരു ആളെ തന്നെ കിട്ടണം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ദർ ഈസ് ആൻ ഒബ്ജക്ട് സീറോ ഇൻ വി. അതായത് വിയിലൊരു ഒബ്ജക്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് അതിന്റെ പ്രത്യേകത എന്താണ്? വിയിലെ മറ്റേത് എലമെന്റിനോട് വിയിലെ ഏത് എലമെന്റിനോട് കൂടെ സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ എലമെന്റ് തന്നെ കിട്ടണം. അങ്ങനെ ഒരാൾ എവിടെ ഉണ്ടായിരിക്കണം? വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ, അതായത് നമ്മളിവിടെ അഡിക്റ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയും. ഓക്കെ, ഫിഫ്ത്ത് വൺ പറയുന്നത് ഫോർ ഈച്ച് യു ഇൻ വി ദർ ഈസ് ആൻ ഒബ്ജക്ട് മൈനസ് യു ഇൻ വി കോൾഡ് നെഗറ്റീവ് ഓഫ് യു സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു മൈനസ് യു പ്ലസ് യു ഈക്വൽ ടു 0. അതായത് നമ്മൾ ഏതൊരു എലമെന്റ് വിയിൽ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ നെഗറ്റീവ് എലമെന്റും എവിടെ ഉണ്ടാവണം? അതിന്റെ നെഗറ്റീവ് എലമെന്റും വിയിൽ ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം? സീറോ ഐഡന്റിറ്റിയെ കിട്ടണം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ നെഗറ്റീവ് ഉണ്ടാവണം. അവ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡിഷൻ ഹോൾഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് യു വി എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ വിയിലെടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? യു പ്ലസ് വി എന്ന് പറയുന്ന ആ കിട്ടുന്ന എലമെന്റും എവിടെ ഉണ്ടാവണം? വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു ആയിരിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം. മൂന്നാമത്തത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യണം. നാലാമത്തെ കാര്യം സീറോ വെക്ടർ വിയിൽ ഉണ്ടായിരിക്കണം. സീറോ വെക്ടറിന്റെ പ്രത്യേകത എന്താണ്? വിയിലെ ഏതൊരു എലമെന്റ് എടുത്ത് സീറോ വെക്ടറിനോട് കൂടെ ആഡ് ചെയ്താൽ ആ വെക്ടർ തന്നെ ലഭിക്കുന്നു. ഇനി അഞ്ചാമത്തത് എന്താണ്? ഏതൊരു വെക്ടർ വിയിൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ നെഗറ്റീവ് എലമെന്റും എവിടെ ഉണ്ടായിരിക്കണം? വിയിൽ ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു 0 ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ 5 ആക്സിയംസ് അഡിഷൻ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിനി സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആക്സിയംസ് ആണ് ബാക്കി വരുന്ന 5 എണ്ണം. അത് നമുക്ക് നോക്കാം. ഇഫ് കെ ഈസ് എനി സ്കെലാർ ആൻഡ് യു ഈസ് എനി ഒബ്ജക്ട് ഇൻ വി ദെൻ കെ യു ഈസ് ഇൻ വി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? കെ എന്ന് പറയുന്ന ഒരു സ്കെലാർ എടുത്തു, അതുപോലെ യു എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു, ഒരു വിയിലെ ഒരു എലമെന്റ് എടുത്തു. അതായത് കെ യു എന്ന് നമ്മൾ ചെയ്തു അല്ലെ. ഈ കെ യു എവിടെ ഉണ്ടാവണം എന്നാ പറയുന്നത്? വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവണം. അതാണ് ആറാമത്തത്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോസ്ഡ് ആയിരിക്കണം അത്. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി 7th വൺ എന്താ? കെ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ് കെ വി ആയിരിക്കണം. അതായത് യു പ്ലസ് വി ചെയ്തിട്ട് കെ കൊണ്ടും സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കെ ഇൻറ്റു യു പ്ലസ് കെ വി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം തന്നെ കിട്ടണം. അതുപോലെ തന്നെ സ്കെലാറിനും ആ പ്രത്യേകതയുണ്ട്. കെ പ്ലസ് എം ഇൻറ്റു യു ഈക്വൽ ടു കെ യു പ്ലസ് എം യു ആയിരിക്കണം. ഓക്കെ, ഇത് സ്കെലാസ് ആണ് കേട്ടോ. സ്കെലാസ് ആഡ് ചെയ്ത് ഒരു വെക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറും സ്കെലാറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിനോട് സെയിം ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ കെ ഇൻറ്റു എം യു ചെയ്താലും കെ എം ഇൻറ്റു യു ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ 1 ഇൻറ്റു യു. 1 എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണതല്ലേ. 1ന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പോൾ 1 ഇൻറ്റു യു, 1 ഇൻറ്റു എനി വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ തന്നെ കിട്ടണം? യു തന്നെ കിട്ടണം. ഓക്കെ, അപ്പം ഈ 5 എണ്ണമാണ് എന്ത്? സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ആക്സിയംസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എന്ത്? ഒരു വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം എനിക്കറിയാം വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷൻ വളരെ ലെങ്തിയാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട. വി എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്, ഭയങ്കര ബൈഹാർട്ടിയാണ്, അങ്ങനെ വേണ്ട. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. വി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതിൽ നമ്മൾ 2 ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. ഒന്നാമത്തത് അഡിഷൻ, രണ്ടാമത്തത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അഡിഷൻ എന്നതുകൊണ്ട് എന്താണ്? അത് നമ്മൾ ഈച്ച് പെയർ ഓഫ് യു ആൻഡ് വി ഇൻ വി ആൻ ഒബ്ജക്റ്റ് യു പ്ലസ് വി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കിട്ടുന്ന ഒരു റൂളാണ്. ആ ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് സം ഓഫ് യു ആൻഡ് വി. ഇനി സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലോ? സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൂൾ ഫോർ അസോസിയേറ്റിംഗ് വിത്ത് ഈച്ച് സ്കെലാർ കെ വിത്ത് ആൻ ഒബ്ജക്റ്റ് യു ഇൻ വി.
ഓക്കെ, ഈ ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്ന പേരെന്താ? ഈ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടണം എന്താ? k ഇൻറ്റു യു എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? ചെയ്ത് കഴിയുമ്പോൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ k ഇൻറ്റു യുവിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് യു ബൈ k. ഇനി നമ്മൾ പറയുകയാണ്, അപ്പം നമ്മൾ ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം, അതായത് വി എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ എടുത്തു, അഡീഷൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ വെക്ടർ അഡീഷനും നമ്മൾ പറഞ്ഞു, എന്താന്ന് പറഞ്ഞു. ഇനി ഈ ഒരു കാര്യങ്ങൾ താഴെ പറയുന്ന 10 ആക്സിയംസും കൂടെ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമ്മൾ വി എന്ന് പറയുന്ന സെറ്റ് വിത്ത് ദീസ് ഓപ്പറേഷൻസ് നമ്മൾ എന്ത് പറയുള്ളൂ? ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയുള്ളൂ. ആ 5 ആക്സിയംസ് എന്തിൻ്റെയാണ്? വെക്ടർ അഡീഷൻ്റെയും ബാക്കി വരുന്ന 5 ആക്സിയംസ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്കെലാർ എടുക്കുന്നത് വഴി നമുക്ക് എന്ത് പറയാം? സ്കെലാർ നമ്മൾ 2 തരത്തിലാണ് സ്കെലാർസ് വരുന്നത്, ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നമ്മൾ സ്കെലാർ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്ന് പറയും. റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ സ്കെലാർ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇനി ശരിക്കും നമ്മൾ ഈ സ്കെലാർ, നമ്മളിപ്പം വെക്ടറിൻ്റെ ഒരു സെറ്റ് മാത്രമല്ല അവിടെ പറയുക, ഫീൽഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ പറയും നമ്മൾ. അത് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഫീൽഡ് എന്താന്ന് പഠിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ല. ഇവിടെ ഓൺലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെക്ടർ സ്പേസിനെ മാത്രമാണ്. അപ്പോൾ ഫീൽഡായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്, അതായത് സ്കെലാർസ് എടുക്കുന്ന ആ സാധനത്തിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫീൽഡായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ്. ഓക്കെ, ഇനിയുണ്ടല്ലോ, നമ്മളിവിടെ അഡീഷൻ എന്ന് പറഞ്ഞു അല്ലേ? അഡീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ 2+3 പോലെയുള്ള അഡീഷൻ ആയിരിക്കുമോ? അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നമ്മളിപ്പം ഒബ്ജക്ട്സ് വി എന്ന് പറയുന്ന സെറ്റാണ് നമുക്കിവിടെ ഉള്ളത്. ഈ വി എന്ന് പറയുന്ന സെറ്റിലെ ഒബ്ജക്ട്സ് എന്ത് തന്നെ വേണമെങ്കിലും ആവാം. അപ്പം റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. റിയൽ നമ്പേഴ്സ് ആണ് വി ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കുറേ നമ്പേഴ്സ് ഉണ്ടാവുക. അപ്പം നമുക്കത് ആഡ് ചെയ്താൽ മതി അല്ലേ? ഇനി വി എന്ന് പറയുന്ന സെറ്റിൽ നമ്മൾ കുറേ മെട്രിസസ് ആണ് എടുത്തതെങ്കിലോ? അപ്പോൾ അവിടുത്തെ സം, അതായത് സം എന്ന് പറഞ്ഞാൽ എന്താവും? മെട്രിസസിന്റെ സം ആയിട്ട് പോകും. അപ്പം ഇത് രണ്ടും 2 ഓപ്പറേഷൻസ് ആണല്ലോ. അപ്പം വി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ അവിടെ പറയുന്ന സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ അവിടെ പറയുന്ന അഡിഷൻ, വെക്ടർ അഡിഷൻ എന്ന് പറയുന്ന റിലേഷനും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഈ സെറ്റും 2 ഓപ്പറേഷൻസും തന്നിട്ടുണ്ടെങ്കിൽ അത് വെക്ടർ സ്പേസ് ആണെന്ന് പെട്ടെന്ന് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ടു ഷോ ദാറ്റ് എ സെറ്റ് വിത്ത് 2 ഓപ്പറേഷൻസ് ഈസ് എ വെക്ടർ സ്പേസ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഐഡന്റിഫൈ ദ സെറ്റ് വി. നമ്മൾ ആദ്യം വി എന്ന് പറയുന്ന സെറ്റ് ഏത് തരത്തിലുള്ള സെറ്റാണ്, ഏത് തരത്തിലുള്ള വെക്ടേഴ്സ് ആണ് ആ വി എന്ന് പറയുന്ന സെറ്റിലുള്ളത് എന്നുള്ളത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ അഡിഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഈ ഓപ്പറേഷൻസ് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ്. അതായത് നമുക്കിപ്പം ആദ്യം തന്നിരിക്കുന്ന റിയൽ നമ്പറിന്റെ സെറ്റാണ് വി ആയിട്ട് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അഡിഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മളൊക്കെ പഠിച്ച നമ്പേഴ്സിന്റെ അഡിഷനാണ്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷേ നമുക്കിപ്പോൾ മെട്രിസസിന്റെ സെറ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടുത്തെ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ വ്യത്യാസമുണ്ട്. അവിടുത്തെ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താ? മെട്രിസസിന്റെ അഡിഷൻ ആണ്. അതൊരിക്കലും നമ്പേഴ്സിന്റെ അഡിഷൻ പോലെ അല്ലല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് R2 എന്ന് പറയുന്ന സ്പേസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ ഡിഫൈൻ ചെയ്യുന്ന അഡിഷൻ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വി എന്ന് പറയുന്ന സെറ്റിനെ ഐഡന്റിഫൈ ചെയ്യണം. സെക്കൻഡ്, നമുക്ക് ആ വിയുടെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്ന 2 ഓപ്പറേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ 1, 6 ആക്സിയംസ് വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. ഈ ഒന്നാമത്തെ ആക്സിയംസ് എന്തായിരുന്നു? u+v എന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം, വിയിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോയെന്ന്. അതായത് 2 എലമെന്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ തന്നെ കിടക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്കെലാർ എടുത്ത് നമ്മളൊരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും എവിടെ കിടക്കണം? ആ വെക്ടറിന്റെ ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. അപ്പം ഈ 2 പ്രോപ്പർട്ടി നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നീട് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പായിട്ട് ബാക്കിയുള്ള എല്ലാ ആക്സിയംസും നമ്മൾ കൺഫേം ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വെക്ടർ സ്പേസ് എങ്ങനെയാണ് വെക്ടർ സ്പേസ് ആണെന്ന് പറയുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സാമ്പിൾസ് പറയാം. ഓക്കെ, താങ്ക് യു.